അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ആ ഒരു ചായൻ്റെ കടി ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കണത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്താളി. പിന്നെ അതേമാതിരി തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തൃപ്തിയാവും, പറ്റും, ഇത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളെല്ലാവർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിന്റെ ജാർ ഇങ്ങോട്ട് എടുത്തുകാണ്ടേ, മിക്സിന്റെ ചെറിയ ജാറിന് എടുത്തോളി, എന്നാൽ വേഗം അരിഞ്ഞ് കിട്ടും. അപ്പം മിക്സിന്റെ ജാർ എടുത്തുകാണ്ട് എന്ത് ചെയ്ത് ഒരു വല്യുള്ളി എടുത്തുകാണ്ട് ഒരു വലിയ കണ്ടം കണ്ടാക്കിയാണ് വെട്ടിട്ടോളി കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട, കണ്ടം കണ്ടാക്കിയാണ് വെട്ടിട്ടതിന് ശേഷം പിന്നെ അതേമാതിരി ഒരു 2 തക്കാളിയും അത്യാവശ്യം നല്ല പൗത്ത തക്കാളിയൊക്കെ ഉണ്ട്, അതും നല്ലോണം വെട്ടുണ്ടാക്കിയാണ് വെട്ടിട്ടതിന് ശേഷം പിന്നെ നോക്കിയാണ് നമ്മളെടുത്തുള്ള മുളകിന്റെ വലിപ്പങ്ങൾ കണ്ടില്ലേ, ചെറിയ മുളകാണെങ്കിലും അത് വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 4-5 വറ്റൽമുളകും അതിൽ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഇതാണ് കേട്ടോ, പുളിയാണ്. അപ്പൊ പുളി നോക്കിയാണ് ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ പുളി എടുത്തിന്, ചെറുനാരങ്ങനോളം ഉണ്ടാവില്ല കേട്ടോ, നെല്ലിക്കന്റെ വലുപ്പത്തിലാണ്. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞാൽ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിന്റെ ജാറിന്റെ ബ്ലേഡ് കംപ്ലൈന്റ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ്. അപ്പൊ ശർക്കര കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ, നമ്മുടെ ടേസ്റ്റ് കൂടാൻ നന്ന്. അപ്പൊ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 2 ഏലക്ക വേണമെങ്കിൽ ഒന്ന് തൊലിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും ഇത് ശരിക്കും അരച്ച് വരുമ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം അതുപോലെ തന്നെ പിന്നെ മുളക് പൊടിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വറ്റൽമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മുളക് കുറച്ച് കുറക്കണത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ചിലർക്ക് നല്ല ഇഷ്ടമാണ് എരിവൊക്കെ ഉള്ള ഫുഡൊക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നല്ല പോലെ നരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലോണം വെള്ളം ഉള്ളത് തന്നെയാണ്. നമ്മളിതിലേക്ക് ഇട്ടെടുത്ത എല്ലാ സംഭവങ്ങളിലും വെള്ളമുണ്ട്, പക്ഷെ പൊടികളിൽ ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ പൊടികൾക്കുള്ള വെള്ളം ആ ഒരു തക്കാളിയിലും ആ ഒരു ഉള്ളിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കണ്ടില്ലേ നല്ലോണം ഫൈനായിട്ട് നരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ, കാരണം ഈ ഒരു ഇതിങ്ങനെ ആ മിക്സിന്റെ ജാറിനെ മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും കൂടി ടേസ്റ്റായി കിട്ടാനും, പിന്നെ പോരാത്തിന് നമ്മൾ അതൊന്നും ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ലല്ലോ, നമ്മളൊക്കെ പച്ചക്കല്ല അരച്ചത്, അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും എല്ലാം കൂടി നമുക്ക് ഇതൊന്നും കണ്ട് താളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരുന്നത്. പിന്നെ നിങ്ങൾ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്നും ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറുജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ, കാരണം എല്ലാവർക്കും ഒരുപോലെ ആവില്ല. ചിലവർക്കൊന്നും ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെ ഒഴിവാക്കുക. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറുജീരകം ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു വറ്റൽ മുളക്. അതൊരു 2 എടുത്തിട്ട് നടുകെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഭവമാണല്ലോ കറിവേപ്പില, അപ്പം അതും 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തീ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വറ്റൽമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതെല്ലാം മൂത്ത് കഴിയുമെന്ന് മനസ്സിലാകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൂട്ട് നല്ല പോലെ വെന്ത് കിട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് അരച്ചതല്ലേ, ഇതിന് പ്രത്യേകിച്ച് ഒരു വേവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഒരു പച്ചച്ചവ ഉണ്ടാവും. ആ ഒരു പച്ചച്ചവ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു 2 മിനിറ്റെങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിത് കുറച്ചൊരു ലൂസിലാണ് നിങ്ങൾക്ക് വേണ്ടത്, കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിയുടെ ജാറൊക്കെ ഒരു ലേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് ഗ്രേവി ഇല്ലാതെ നല്ലൊരു തൊട്ടുകൂട്ടാൻ പോലെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് റവയാണ് കേട്ടോ. വറുത്ത റവയാലും വറുക്കാത്ത റവയാലും ഏത് റവയാണെങ്കിലും ഒരു കുഴപ്പമില്ല.
ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുക്കുക. അപ്പോൾ 1/2 കപ്പ് റവ, 1.5 കപ്പ് അരിപ്പൊടി, ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ദോശ നല്ല മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയായി നമുക്ക് മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റവയും കൂടെ ചേർത്തത്. ഇനിയിപ്പോൾ റവ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ റവയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു എളുപ്പമായിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയായിട്ടുള്ള റവ ചേർത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ ഉള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ അരിപ്പൊടി തന്നെ എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി ഏത് പൊടിയായാലും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ അരി ഉണക്കി പൊടിച്ചിട്ട് ഉള്ള പൊടിയാണെങ്കിലും പറ്റും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളെ വെള്ളപ്പം, ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഇതിനൊക്കെ ഉള്ള പത്തിരിക്കൊക്കെ ഉള്ള പൊടി നമ്മൾ വാങ്ങുമല്ലോ, അതെടുത്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 1.5 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയ്ക്കും ഏകദേശം 2 കപ്പ് അയിലപ്പൊടികൾ. അപ്പോൾ അതിക്ക് ഞാൻ അത്രയും കൂടെ വെള്ളമാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് പാകമായിട്ട് നിൽക്കും. ഏതാണ് നിങ്ങൾ ഒരു ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്രയും കൂടി വെള്ളം, അതാണ് അതിൻ്റെ കറക്റ്റ് പരിവം. അപ്പോൾ നമുക്ക് ബാറ്റർ ഇവിടെ റെഡി ആക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ഉള്ളി, അതുപോലെ തന്നെ പിന്നെ ക്യാരറ്റ്. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്യാരറ്റൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ അല്ലേ. ക്യാരറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സൗന്ദര്യം കൂടും, അതുപോലെ തന്നെ അവർക്ക് ഉന്മേഷം എല്ലാം, രക്തക്കുറവ് ഒക്കത്തിനും പറ്റിയൊരു സംഭവമാണ് ക്യാരറ്റ്. പക്ഷെ അതൊന്നും മക്കൾ കഴിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് നല്ലോണം പീൽ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് അത് ശരീരത്തിനും നല്ലതാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു ഭംഗി കൂടാനും രക്തമില്ലാത്ത കുട്ടികൾക്ക് രക്തവും അതുപോലെ തന്നെ നല്ല എനർജി ഒക്കെ കിട്ടാൻ സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ ലേശം പച്ചമുളകാണ്. അതുപോലെ തന്നെ ഒരു 1/2 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം കേട്ടോ. മല്ലിച്ചപ്പ് ഇല്ല വിചാരിച്ചാണ്ട് കുഴപ്പമില്ല. പക്ഷെ കറിവേപ്പിലയും മല്ലിച്ചപ്പോ രണ്ടാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ലേശം കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായിട്ട് ചേർത്ത് കൊടുത്താണ്. ഇനി ഇല്ലാത്ത സമയത്തും ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കാറുണ്ട്. എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പം ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ റവ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ റവ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ചേരി റവക്കൊന്ന് പൊതിരാനുള്ള ഒരു സമയം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നേരത്തെ നമുക്ക് ചായക്ക് വെള്ളം വെക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാലോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 10-20 മിനിറ്റ് ഞാനൊന്ന് കാത്തുന്നപ്പോൾ എന്താ റവക്ക നിങ്ങൾ കാണുന്നില്ലേ, ആദ്യത്തെ പോലെ അല്ലല്ലോ, കുറച്ചൊന്ന് തിക്കായി വന്നതിനില്ലേ. എന്താ വെച്ചാൽ റവക്ക പൊന്തി, ഒരു 1/2 കപ്പ് റവ ഇല്ലേ, 1/2 കപ്പ് റവ വെള്ളത്തിൽ കിടന്നപ്പോൾ കുറച്ചൊന്ന് പൊന്തിയൊക്കെ വന്ന് ഇപ്പം നമുക്ക് പാകം ബാറ്ററായി കേട്ടോ. കറക്റ്റ് ലൂസും ഒക്കെ ഉള്ള പാകത്തിലൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ലൂസായി തോന്നുന്നുണ്ടെങ്കിലും റവ ഇട്ടതുകൊണ്ട് തന്നെ അതൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പാകമായിട്ട് വരും കേട്ടോ. അങ്ങനെ റവൊക്കെ നല്ലോണം ഇതായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ദോശക്കല്ലിൽ ഓയിലൊന്നും പുരട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ലേശം ഓയിൽ ഒഴിച്ചെടുത്തത്. നിങ്ങൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഓയിൽ പുരട്ടേണ്ടി വരും. അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലല്ല ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമ്മൾ എണ്ണ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെയിലാകുമ്പോൾ എണ്ണ പറ്റിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇത് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താ അറിയോ, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല നൈസായിട്ട് തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബാറ്ററി. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്കും ഇതാ നല്ല മണത്തോട് കൂടിയുള്ള നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു ചട്നി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടുമ്പോണ്ടല്ലോ, ഇതിൻ്റെ പഠിച്ചോനെ ഇതിൻ്റെ രസം എങ്ങനെ നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അത്രക്കും രസമാണ്. കാരണം ഈ ഒരു ദോശയെ ടേസ്റ്റാണ്, ഈ ഒരു ദോശയെ വല്ലാത്തൊരു ടേസ്റ്റാണ്. അതിക്ക് പിന്നെ നമ്മൾ ഏലക്കായും വറ്റൽമുളകും എല്ലാം ഇഞ്ചും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അരച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്കും നല്ല ജീരകവും എല്ലാം കൂടെ വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചും കൂടി എന്തിനാ പച്ചച്ചവൊക്കെ മാറ്റി വെച്ച സംഭവം ഉണ്ടല്ലോ,
അതൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. പിന്നെ ശർക്കരയും കൂടി ഇട്ടതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാനുമില്ല. അപ്പം ഈ ഒരു ദോശ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഒരു ചട്ടിനിയും കൂടെ ഉണ്ടായാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മൾ തുള്ളിയോ തക്കാളി ഇല്ലെങ്കിലും ഈ ഒരു ദോശ നമുക്ക് ശരിക്കും കഴിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടാനൊന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഈ ഒരു ചമ്മന്തിക്ക് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം ഞാൻ ഋതുവിന് കുറേ നേരമായിക്കണം ഓള് ചായ ആയം വെച്ച് ഇങ്ങനെ ചോദിക്കണം. ഒന്നാമത് എന്താ വെച്ചാൽ സമയം വൈകി, രാവിലെ വൈകിട്ടാണ് അടുപ്പത്തേക്ക് വന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു എളുപ്പത്തിലുള്ള കടി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത്. ആദ്യം ഞാൻ വിചാരിച്ച് വേഗം കടി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് വിചാരിച്ച് വേഗം ട്രൈപോഡൊക്കെ എടുത്തുകൊണ്ടെന്ന് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ വേഗം അങ്ങോട്ട് കലക്കി വയ്ക്കണം ആ ഒരു എളുപ്പമൊന്നും പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കിട്ടൂല കേട്ടോ. അത് ട്രൈപോഡ് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്യാമറ അങ്ങോട്ട് തിരിച്ച് എങ്ങനെ ആ ഒരു സമയം വയ്ക്കും. അപ്പോഴത്തേനും എന്താ വെച്ചാൽ ഋതുവിനാണെങ്കിൽ വിഷക്കുണ്ടോ എന്നിട്ട് എന്താ ചെയ്തറിയോ, ലേശം പാൽച്ചായ ഉണ്ടാക്കി കൊടുത്താണ്ട് ഒരു പഴം ഉണ്ടേനെ അതങ്ങോട്ട് വാട്ടിയും കൊടുത്ത് എന്നാൽ പിന്നെ ഒരു 2 മണിക്കൂറെങ്കിലും ഒരു സമയം കിട്ടിക്കഴിഞ്ഞാലെന്ന് വിചാരിച്ചിട്ട്. കാരണം മക്കളല്ലേ, നമുക്കെന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കുകയാണെന്നാൽ മനസ്സിലാവും. കുട്ടികൾക്ക് എന്താല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഓർക്കൊന്നും അറിയാത്ത കുട്ടികളല്ലേ. അപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വേഗം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വീഡിയോ എടുക്കാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പം അതാ ഋതുവിന് നല്ല ഇഷ്ടമായിക്കണേ. ഓള് കണ്ടില്ലേ കഴിക്കുകയാണ്. ഓള് വേഗം വന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് കഴിക്കണ കാണിച്ചിരുന്ന സമയത്തിന് ഓള് വേഗം വന്നിട്ട് നല്ല സ്മെല്ലുണ്ട്. ഓൾക്ക് അങ്ങോട്ടൊക്കെ അതിൻ്റെ ഈ ഒരു നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ആ ഒരു താളിക്കണ സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് ചെന്നിട്ടേ ഓടി വന്നതാ. പിന്നെ വിഷക്കണമുണ്ടാവും, കുറച്ച് സമയമായില്ലേ. അപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമാണ് നാട്ടോള് പറയണത്. ഓൾക്ക് നല്ല ഇഷ്ടമാണ്, അതാണ് ലൈക്കൊക്കെ കൊടുക്കുന്നത്. ഒരുവിധം ഫുഡൊന്നും ഓൾക്ക് ഇഷ്ടമാവില്ല, പക്ഷെ ചില ഫുഡ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ പറയും ചേച്ചി എനിക്ക് വേണട്ടോ എന്ന് പറയും. അപ്പോൾ ഓൾക്ക് ഇഷ്ടമായിട്ടാണുള്ള ഈ കളികളൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത്തരം വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.